രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 മണിക്കാണ് വാർത്താ സമ്മേളനം. PR സുനിൽ നൽകും വിശദാംശങ്ങൾ. PR സുനിൽ, വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. ഈ പ്രത്യാരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ആരോപണവും വരുന്നത്. അത് സർജിക്കൽ സ്ട്രൈക്ക് പോലെ. ഇതിപ്പോൾ ഈ മറുപടി പറയാൻ ഇന്നിപ്പോൾ 3 മണിക്കാണ് വാർത്താ സമ്മേളനം ചേരുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായിരിക്കുമെന്ന് പറയുക എന്നത് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഏതായാലും വലിയ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തെ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടക്കുന്നു, വോട്ട് കൊള്ള നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചത്. കർണാടകത്തിലെ ഒരു മണ്ഡലത്തിലെ വോട്ടിന്റെ കാര്യത്തിലാണ് ഈ ആക്ഷേപം ഉന്നയിച്ചതെങ്കിൽ പിന്നീട് കേരളത്തിൽ നിന്ന് ഈ വോട്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇന്നിപ്പോൾ ബീഹാറിൽ നിന്ന് 3 മണ്ഡലങ്ങളിൽ 80,000-ഓളം കള്ളവോട്ടുകൾ ചേർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ രാജ്യത്താകെ ഈ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടി പറയും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷം ബീഹാറിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ്, വലിയ രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ സസറാമിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ ലാലു പ്രസാദ് യാദവിനെ പോലുള്ള നേതാക്കളൊക്കെയാണ് അവിടെ ഈ ഒരു പ്രതിപക്ഷത്തിന്റെ ഈ ഒരു പോരാട്ടത്തിൽ അണിനിരന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു മുന്നേറ്റം പ്രതിപക്ഷം നടത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ ഒരു ആരോപണങ്ങൾ ആകെ തള്ളിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സ്വീകരിക്കുമോ, അതോ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിൽ ചില പാകപ്പിഴകൾ ഉണ്ടായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കുമോ? മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുമ്പോൾ തീർച്ചയായും മാധ്യമപ്രവർത്തകരുടെ ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടി പറയും എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. 3 മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 65 ലക്ഷം പേരുടെ പേരുകൾ വെളിപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്താണ്